നിങ്ങളെന്നാ ധ്യാനത്തിന് പോയത്? ഓഗസ്റ്റ് 2-ാം തീയതി ശനിയാഴ്ച. അതിന് ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഓർക്കുന്നു, 2-ാം തീയതി ധ്യാനം കൂടി 3-ാം തീയതി വൈകിട്ട് നമ്മൾ തിരിച്ചു പോയ ബസ്സിലെ കണ്ടു. കഴിഞ്ഞ 2-ാം തീയതി ധ്യാനം കൂടാൻ വന്നാൽ കഴിഞ്ഞ 2-ാം തീയതി ഞങ്ങൾ ധ്യാനത്തിന് പോയപ്പോൾ ഈ കഴിഞ്ഞ 2-ാം തീയതി ധ്യാനത്തിലും ഞങ്ങളൊക്കെ ഒരു ധ്യാനത്തിന് പോയിരുന്നില്ല. 2-ാം തീയതി 10ാം ക്ലാസ് തോറ്റ് നീ 4ാം ക്ലാസ് ജയിച്ച് എന്നെയാണ് ഈ കളിയാക്കുന്നത്. എന്നാ ഈ കളിയാക്കിക്കോ. ഈ ഏപ്രിൽ 2026 ഏപ്രിൽ 2-ാം തീയതി ജോർജ് കുട്ടി കുടുംബം വരുന്നുണ്ട്. ഓർമ്മയുണ്ടോ? ഓഗസ്റ്റ് 2-ാം തീയതി ധ്യാനത്തിന് പോയത് ഓർമ്മയുണ്ടോ? എല്ലാം ഓഗസ്റ്റ് 2-ാം തീയതി. അതൊന്നും മറക്കാൻ പാടില്ല, എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ദൃശ്യം 1ഉം 3 കാണുന്നതിന് മുമ്പ് ദൃശ്യം 1ഉം 2 ഞാൻ കണ്ടിട്ട് ഇനി ദൃശ്യം 3 കാണാൻ പോകും. കാരണം എത്ര കണ്ടാലും മടുക്കാത്ത പടമാണ് എനിക്ക് ദൃശ്യം. പിന്നെ അതേപോലെ തന്നെ ഐ ആം വെയിറ്റിംഗ് ചെയ്ത് ആട് 1, 2, 3. അതേപോലെ തന്നെയാണ് ദൃശ്യം 1, 2, 3. അപ്പോൾ ദൃശ്യം 3യുടെ ഒരു സൂചന നമുക്ക് ലാലേട്ടൻ ഇൻസ്റ്റാ പേജിൽ ഞാനിങ്ങനെ കണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഇൻസ്റ്റാ പേജിൽ അതിൻ്റെ ഒരു സൂചന കണ്ട്. എടുത്തു നോക്കിയപ്പോൾ ദൃശ്യം 3 വരുന്നുണ്ട്. 2026 തൂക്കാൻ, 2026 ബോക്സ് ഓഫീസ് ചരിത്രം കുറിക്കാൻ ഇതാ വരുന്നു. ഏപ്രിൽ 2-ാം തീയതി ജോർജ് കുട്ടിയും കുടുംബവും. ഓക്കെ, അപ്പോൾ അതൊന്ന് കണ്ടോക്കെ നമ്മൾ. ഞാൻ ഇൻസ്റ്റേ കണ്ട റീലും ജസ്റ്റ് നമ്മൾ കാണില്ല ഷോ. ഓക്കെ, സംഭവം ആ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടല്ലോ ഐശോ, ആ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ആ ടെലിവിഷൻ കേബിൾ നടത്തുന്ന ഒരു കേബിൾ ഷോപ്പ് നടത്തുന്ന ഒരാളിന് കേബിൾ ടിവിന്റെ ഒരാളായിരുന്നു ജോർജ് കുട്ടി. അപ്പൊ ആ ഒരു സംഭവം വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് ടെലിവിഷനൊക്കെ കാണിച്ചിട്ടാണ് ഈ ഒരു റീല് വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ സംഭവം ഏതൊരു കാറ്, ആ യെല്ലോ കാറ് വെള്ളത്തിൽ മുക്കുന്ന സംഭവം സൂചന ഇങ്ങനെ വരികയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു മുമ്പത്തെ ദൃശ്യത്തിന്റെ എന്തെങ്കിലും സംഭവം എടുത്ത് കാണിക്കുകയാണോ. ഞാൻ ദൃശ്യം 3 വരുന്നുണ്ട് എന്ന് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല. എവിടെ നിന്നും എനിക്കൊരു ന്യൂസ് കിട്ടിയിട്ടില്ല, എവിടെ ഞാൻ വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ദൃശ്യം 2 കണ്ടാലേ ദൃശ്യം 3ക്ക് ഒരു സ്കോപ്പുമായി തോന്നും. ദൃശ്യം 3ക്ക് വെച്ചിട്ടാണ് ക്ലൈമാക്സ് അങ്ങനെ വെച്ചത്. പക്ഷേ അങ്ങനത്തെ ചരിത്രങ്ങളൊന്നും അങ്ങനത്തെ സംശയങ്ങളൊന്നും ചിന്തിക്കണ്ട. കാരണം 3 വരുമ്പോ ആ സംശയമൊക്കെ നിൽക്കും. ആ സംശയമൊക്കെ നിൽക്കും. ഓക്കെ, നമുക്ക് 2-ാം തീയതി അതൊക്കെ ഉണ്ട്. പക്ഷെ അത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ മാരുതികാറും എല്ലാ സൂചനകളും വെച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചത് പഴയത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വരികയാണോ, മോഹൻലാലിന്റെ പേജിൽ ഇങ്ങനെ സംഭവം വന്നതാണെന്ന് എഴുതിട്ടോ. ബാക്കി കൂടി കണ്ടോളൂ. ജിത്തു ജോസഫ് ഡയറക്ടർ. ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോഴാണ് സംഭവം പിടുത്തം കിട്ടുന്നത്. കണ്ടുക എന്താലേ ഏതായാലും ഈ മോഹൻലാലിന്റെ ഇൻസ്റ്റാ പേജിൽ ഏതായാലും ഫേക്ക് വരുള്ളൂ. പിന്നെ അടിയിൽ ദൃശ്യം 3 വരുന്നടാ. ദൃശ്യം 3 വരുന്നേ എന്താ സംഭവം, ഒരു പിടുത്തം കിട്ടുന്നില്ല. ലാസ്റ്റ് നോക്കിയപ്പോ വീണ്ടും മുകളിൽ വായിച്ചപ്പോ ഏപ്രിൽ 2-ാം തീയതി ദൃശ്യം 3 വരുന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ശേഷം കമന്റ്സ് ഒന്നും എടുത്തു നോക്കി. കമന്റ്സിൽ രസകരമായിട്ടുള്ള കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടോ. ഓക്കെ, ഇപ്പൊ കാണിച്ചരാ, നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് ഒന്ന് ഐശോ ആ കമന്റ്സ് എന്തൊക്കെയാന്ന് എനിക്ക് അറിയണ്ടേ. ഓക്കെ, വെറും ഒരു 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല, അത് സത്യമാണ്. വെറും ഒരു ആ ദൃശ്യത്തിലെ കഥാപാത്രം എടുത്ത് നോക്കുമ്പോൾ ഒരു 4-ാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല അവിടെ വരുന്നത്, അല്ലെ? അത് സത്യമായിട്ടുള്ള കാര്യമില്ല ഐശോ. യെസ് യെസ്. ഇതിൽ വേറെ രസകരമായിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്. അതാണ് ഈ കമന്റ്സ് എടുത്തു നോക്കാൻ തന്നെ കാരണം. ഇതിൽ എന്താ സംഭവം അറിയോ, ഇവിടെ അടുത്ത് ഒരു 2-3 ദിവസമായിട്ടുണ്ടാവുള്ളൂ ഒരു നിയമം വന്നല്ലോ. സർക്കാർ ജയിൽ പുള്ളികൾക്ക് ദിവസവേതനം 100 രൂപന്റെ താഴെ എന്തോ ഉള്ളൊരു വേതനം 600 രൂപയാക്കി എന്നുള്ളൊരു ഇത് വന്നല്ലോ. അത് ബേസ് ചെയ്തിട്ട് ഒരു കമന്റ് വന്നിട്ടില്ല. അതാണ് ഇപ്പൊ ആ കമന്റ് എടുത്ത് നോക്കാന്ന് വരെ പറയാൻ കാരണം. കമന്റ് എന്താ സംഭവം അറിയോ, സർക്കാർ ജയിൽ പുള്ളികൾക്ക് ദിവസവേതനം 600 രൂപയായി വർദ്ധിപ്പിച്ചത് അറിഞ്ഞ് 600 രൂപയായി വർദ്ധിപ്പിച്ചത് അറിഞ്ഞ് ജോർജ് കുട്ടി കുറ്റം ഏറ്റു പറഞ്ഞ് ജയിലിൽ പോകും. ഇതാണ് ഇതിന്റെ കഥ. ആരോടും പറയണ്ട. അത് സംഭവം നൈസ്. ജയിലിൽ പോയാൽ അങ്ങനെ കുറെ റീലുകൾ ഇറങ്ങിയപ്പോ സംഭവം നൈസാണ്. ഇതൊക്കെ ഇതിന് ബേസ് ചെയ്തിട്ട് കമന്റ് നോക്കണം ചെയ്യും. ഏതായാലും ചോദ്യങ്ങൾ ബാക്കി വെച്ച കഥ. അപ്പൊ ഐശ്വര്യ സംഭവത്തിൽ ഏപ്രിൽ 2-ാം തീയതി എന്ന് പറയുമ്പോൾ വിഷുവിനായിരിക്കും ഇത് വരിക അല്ലെ? വിഷുവിന്റെ ടൈമിന് ഒരു കണക്കാക്കിയിട്ട് ഈ കാര്യം റിലീസ് ചെയ്യാൻ നിൽക്കണം അല്ലെ? ഏതായാലും പോണ്ട, നമുക്ക് കാണണ്ടേ, നോക്കാമെന്നോ. അതായത് ഇനിയിപ്പോ അടുത്ത് നമ്മൾ കാത്തിരിക്കുന്ന, നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന, ഇതുവരെ ദൃശ്യം 3 മൈൻഡിലേക്ക് ഇല്ലേനി കേട്ടോ.
ഇപ്പോൾ ദൃശ്യം 3 കടന്നു വന്നിരിക്കുകയാണ്. ദൃശ്യം 3 എന്തായാലും കാണണം എന്നുള്ള പേര് മെയിൻറ്റിക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ഇപ്പോൾ 2026 പ്രവേശിച്ചാൽ നമുക്ക് ഈ ഒരു ഫിലിം കാണണം അങ്ങനെ ഒരു മെയിൻ്റെ ഒന്നും പ്രത്യേകിച്ചൊന്നും അടുത്ത് വരാണ്. പക്ഷേ ആട് 3 വരാണ്ട് അതിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ട് അതൊക്കെ നമ്മൾ ഇൻസ്റ്റയിൽ കൂടി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൃശ്യം 3ൻ്റെ ഇനി പലരും അറിഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ ഏതായാലും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ദൃശ്യം 3 കൂടി വന്നു കഴിഞ്ഞപ്പോൾ ദൃശ്യം 3 ഒന്ന് പെട്ടെന്ന് തന്നെ കാണും, പെട്ടെന്ന് ആവട്ടെ. ആയടാ ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞ് ഏപ്രിലിൽ ദൃശ്യം 3 കാണാം. ഏതായാലും പൊടിയായിരിക്കും അല്ലേ. ജോർജ് കുട്ടിയുടെ 3ാം വരവ്, അത് 4ാം വരവിലേക്ക് ഇനി ബാക്കി വെക്കൂ. അങ്ങനെ എങ്ങനെ ആയാലും 3ാം വരവ് അടിപൊളിയാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ജോർജ് കുട്ടി ഒരു 1ലും 2ലും കണ്ടതിനേക്കാളും അതിഗംഭീരമായിട്ടുള്ള ഒരു വരവാകട്ടെ ജോർജ് കുട്ടിൻ്റെ വരവ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ ബൈ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ.